ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സാമ്പാർ കണ്ടാലോ? ഈ ഹോട്ടൽസിലും ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ലേ, ആ ഒരു ടേസ്റ്റുള്ള സാമ്പാറാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന സാമ്പാറിൻ്റെ അത്രയും വെജിറ്റബിൾസ് വേണം എന്നില്ല ഈ ഒരു സ്റ്റൈലിൽ തയ്യാറാക്കുന്നതിന്. നമ്മളിനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് തുമര കഴുകി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലല്ലാതെ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതിൽ കുക്കറിലാണ് ഇതെല്ലാം കൂടി തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ കട്ട കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു കൂട്ടുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടി തേങ്ങ മതിയാകും. ഞാൻ അതിലേക്ക് ഒരു വെളുത്തുള്ളി, കുറച്ച് ജീരകം. ഈ ജീരകം സാമ്പാറിൽ ടേസ്റ്റ്, ഇതാണ് അതിൽ ടേസ്റ്റ് വരുന്നത്. അപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലും ഇതിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. നമ്മൾക്ക് സാമ്പാറിൽ അത്ര ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ അത്രയും വലിയ ഫ്ലേവറൊന്നും വരത്തില്ല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലയായ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഞാൻ ഈ വെന്ത് ഇരിക്കുന്ന കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിതിപ്പം ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എനിക്ക് കുറച്ച് മസാല കൂടി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് സാമ്പാറിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ആവശ്യത്തിന് പുളി കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഈ ഒരു ഉപ്പൊക്കെ നോക്കി, ഉപ്പിനൊക്കെ നിങ്ങളുടെയൊക്കെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താളിച്ച് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും ആവശ്യത്തിന് ഉള്ള കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ എല്ലാം തയ്യാറാക്കി ഈ കടുക് പൊട്ടിക്കുമ്പം ഒരു തുള്ളി കായം കൂടി ആഡ് ചെയ്തിട്ട് ചൂടാക്കിയിട്ടിടുമ്പോൾ നല്ല ഫ്ലേവറാണ്. അതിനുശേഷം നമ്മൾ മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ചെറിയ ബട്ടൺ ഇഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം